ഹായ് വെൽക്കം ടു എജു വേൾഡ് ക്ലാസ്. സോ നമ്മളിന്ന് ഹോം സയൻസ് സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫാമിലി ഇൻഫ്ലുവൻസ് ഓൺ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. ഒരു ചൈൽഡിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിൽ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ സബ്ജക്റ്റീവ് നേച്ചറുള്ള ഒരു ടോപ്പിക്കാണിത്. ഫാമിലീസ് ഇൻഫ്ലുവൻസ് ഓൺ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. എവറി ഇൻഡിവിജ്വൽ possesses a personality of his own. Personality of an individual is the total quality of his physique, habits of thinking, ഫീലിംഗ്, മോട്ടീവ്, സോഷ്യൽ ബിഹേവിയർ എക്സെട്ര. സോ ഓരോ വ്യക്തികളെന്ന് പറയുന്നത് അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കത്തില്ല മറ്റൊരാളുടേത്. സോ എല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ടോട്ടൽ ക്വാളിറ്റി, അതിൽ അയാളുടെ ഫിസിക്സ്, അയാളുടെ ബോഡിലി നേച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്സ് എന്താണ്, അതിലെ ഹാബിറ്റ്, തിങ്കിങ് എന്താണ്, ഹാബിറ്റ് ഓഫ് തിങ്കിങ്, ഫീലിംഗ്, അയാളുടെ മോട്ടീവ്സ്, അയാളുടെ സോഷ്യലി അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു, അല്ലെങ്കിൽ സോഷ്യലി ഉള്ള അവരുടെ ബിഹേവിയർ, ഇതെല്ലാത്തിൻ്റെയും മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നത്. ഒബ്വിയസ്ലി പേഴ്സണാലിറ്റി ഈസ് ദ മേഡപ്പ് ഓഫ് എ നമ്പർ ഓഫ് ക്വാളിറ്റീസ് ഓർ ട്രേറ്റ്സ്. ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നോട്ട് എ സിമ്പിൾ ഒരു മാറ്റർ അല്ല. പേഴ്സണാലിറ്റി ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രേറ്റ്സുകൾ അടങ്ങിയതാണ് ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സം ഓഫ് ദീസ് ട്രേറ്റ്സ് ലൈക്ക് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഫിസിക് ആർ ഒബ്സർവബിൾ ആൻഡ് എക്സ്റ്റേണൽ ആൻഡ് അതേഴ്സ് ലൈക്ക് മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ് ആർ ഇൻറ്റേർണൽ ആൻഡ് അൺഒബ്സർവ്ഡ്. നമ്മൾ പറഞ്ഞ ഒരു വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ, ഫിസിക് എന്ന് പറയുന്നത്, സോഷ്യൽ ബിഹേവിയർ നമ്മൾ ഒരു വ്യക്തി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ്, സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ അയാളുടെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫിസിക്സ്, അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എക്സ്റ്റേണലി കാണാനും പറ്റും, അതുപോലെ ഒബ്സർവ് ചെയ്യും. അതല്ലാതെയും നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അയാളുടെ തിങ്കിങ്, അയാളുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അയാളുടെ മോട്ടീവ്സ് എന്തൊക്കെയാണ്, ഇതൊന്നും എന്താണ് നമുക്ക് കാണാൻ പറ്റില്ല. അതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യം, അൺഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓൾ ദീസ് ട്രേറ്റ്സ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ എ യുണീക്ക് വേ ഇൻ എവറി ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും ഇതെന്താണോ ഓരോ രീതിയിലായിരിക്കും, യുണീക്കായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ദ സം ടോട്ടൽ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് എ പേഴ്സൺ പോസസ് ആൻഡ് ഡിസ്പ്ലേ ഇസ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി. സോ അതുകൊണ്ട് നമുക്ക് പേഴ്സണാലിറ്റി എങ്ങനെ സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചാൽ എന്താണ്, ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള അദ്ദേഹം ഉൾക്കൊള്ളുന്ന മൊത്തം ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ അയാൾ പുറമെ അല്ലെങ്കിൽ ഉള്ളിൽ കാണപ്പെടുന്ന എല്ലാ ട്രേറ്റ്സുകളും അടങ്ങിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സം ടോട്ടൽ, ആകെ മൊത്തത്തിലുള്ളതിനെയാണ് നമ്മൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി 3 ഫാക്ടേഴ്സ് ആർ സെറ്റ് ടു ബി റെസ്പോൺസിബിൾ ഫോർ എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് 3 കാര്യങ്ങളാണ് മെയിനായിട്ടും, 4 ഘടകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആകുന്നതെന്നാണ് പറയുന്നത്. ദേ ആർ ഇൻഹെറിറ്റഡ് ഫാക്ടേഴ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ, ഏർലി എക്സ്പീരിയൻസ് ഇൻ ദ ലൈഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ലേറ്റർ ലൈഫ് എക്സ്പീരിയൻസസ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻഹെറിറ്റഡ്, അതായത് ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന, നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഹെറിഡിറ്ററി, പാരമ്പര്യപരമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. സോ അതല്ലാതെ പിന്നെ എന്താണ്, എർലി എക്സ്പീരിയൻസ് ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. നമുക്ക് ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടുന്ന, ലൈഫിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ്. നമ്മളെല്ലാം എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റിയിൽ എന്താണ്, ഹെറിഡിറ്റിക്കും എൻവയോൺമെൻറ്റിനും എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. സോ അപ്പം എർലി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസ്, സോ ഇതിലൂടെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. ഇനി ഫാമിലി ഇൻഫ്ലുവൻസസ് ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ മോസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫാമിലി വിച്ച് ഹി ഗിവ്സ് ദ ചൈൽഡ് ഹിസ് ഹെറിഡിറ്ററി എൻഡോവ്മെൻറ്റ് ആൻഡ് ഏർലി ലൈഫ് എക്സ്പീരിയൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സണാലിറ്റിയിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഇൻഹെറിറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ ഏർലി എക്സ്പീരിയൻസും ഉണ്ട്. സോ ഇത് രണ്ടും ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അവിടെ നിന്നാണ്, അവൻ്റെ ഫാമിലിയിൽ നിന്നാണ്. ഫാമിലിയിൽ നിന്ന്, അച്ഛനും അമ്മയിൽ നിന്നാണ് അവന് ഹെറിഡിറ്ററി പരമായിട്ടുള്ള, പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവന് ലഭിക്കുന്നത്. അതുപോലെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ്, ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യം അവൻ ഇടപഴകുന്ന ആരുമായിട്ടായിരിക്കും. അതിൻ്റെ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻസി എന്ന് പറയുന്നത് അവൻ്റെ ഫാമിലി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ഫാമിലി എന്ന് പറയുന്നത്. So a person's primary environment is its home. More time spent in family than in any other place, especially in the early days. ആദ്യ കാലഘട്ടത്തിൽ അവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന എവിടെയാണ്? അവൻ്റെ വീട്ടിൽ തന്നെയാണ്. Also, the family relationships are emotionally toned. It is from the early experiences that the child acquires his attitude, values and pattern of social behavior. So, family relationships എന്ന് പറയുന്നത് കൂടുതലും എന്താണ്? ഇമോഷണലി അറ്റാച്ച്ഡ് ആണല്ലേ. സോ അതുപോലെ തന്നെ അവൻ്റെ ഏർലി എക്സ്പീരിയൻസ്, ഒരു കുട്ടി അവന് ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. അവൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരു എന്തിനോടെങ്കിലും ഉള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ എന്തിനോടുള്ളെങ്കിൽ വാല്യൂസ്, മൂല്യങ്ങൾ, അതുപോലെ സോഷ്യൽ ബിഹേവിയർ, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകണം, നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് അവ എവിടെ നിന്നാണ്? അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവൻ്റെ ഫാമിലിയിൽ നിന്നാണ്. സോ അപ്പോൾ അവൻ്റെ സോഷ്യൽ ബിഹേവിയറിനെയും അതുപോലെ ആറ്റിറ്റ്യൂഡ്സിനെയും അവൻ്റെ വാല്യൂസിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകമാണ് ഫാമിലി എന്ന് പറയുന്നത്. സോ അൺഡൗട്ടഡ്ലി ഫാമിലി ബിൽഡ് ഹൈ ഇൻഫ്ലുവൻസ് ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാമല്ലേ, ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അത് ബിൽഡ് ചെയ്യുന്നത് അതിൻ്റെ ഫാമിലിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫാമിലി ആസ് സച്ച് ഇസ് കംപ്രൈസ്ഡ് ഓഫ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി ഈ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലിയിൽ തന്നെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലേ. ദിസ് ഫാക്ടേഴ്സ് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ആർ. ഇനി ഈ ഫാക്ടേഴ്സും അതിൻ്റെ ഈ ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രത്യേകതരം ഘടകങ്ങളുണ്ടല്ലേ. ഫാമിലിയുടെ സൈസ്, ഓർഡിനൽ പൊസിഷൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. സോ അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് സൈസ് ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മാറാം. അല്ലെങ്കിൽ ഫാമിലി സൈസ്, ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി വളരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതായിരിക്കും. ചിലർക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, മറ്റുള്ളവർക്ക് മറ്റ് ഫാമിലി വളരുന്നവർക്ക് മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. സോ അപ്പം സൈസ് ഓഫ് ദ ഫാമിലി ഈസ് എ ഫാക്ടർ, ഇൻഫ്ലുവൻസ് ആണല്ലേ. Size of the family, personality development get affected by the size of the family. Small family and a big family have different kind of influence on children. Small familiesനും അതുപോലെ ബിഗ് ഫാമിലീസ് വളരുന്ന കുട്ടികൾക്കും, രണ്ട് കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്കും ഇൻഫ്ലുവൻസ് ഉണ്ട് കുട്ടികളുടെ മേളിൽ. സ്മോൾ ഇൻഫ്ലുവൻസ് ഫാമിലി ഹാസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻ്റർപേഴ്സണൽ ഇൻറ്ററാക്ഷൻ, വേറസ് ബിഗ് ഫാമിലി ഹാസ് ലാർജ് നമ്പർ ഓഫ് ഇൻറ്ററാക്ഷൻ. സോ സ്മോൾ ഫാമിലി വളരുന്ന കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇടപഴകാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അമ്മ അല്ലെങ്കിൽ അച്ഛൻ, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട്. സോ ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻറ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറവായിരിക്കും. പക്ഷേ കുറച്ചുകൂടെ ലാർജർ ഫാമിലീസിൽ വളരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവിടെ അമ്മയും അച്ഛനും അല്ലാതെ ഗ്രാൻഡ് പാരൻസ് കാണാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ കാണാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് അവർക്ക് ഇടപഴകാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവിടെ ഡിഫർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഫാമിലിയിലെ സൈസ് ഓഫ് ദ ഫാമിലി ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. എ സ്മോൾ ഫാമിലി ഹാസ് 1 or 2 ചിൽഡ്രൻ. സ്മോൾ ഫാമിലി എന്ന് പറയുന്നത് ഒരു 1 or 2 കുട്ടികൾ അടങ്ങുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നൊരു പ്ലാൻഡ് ഫാമിലി ആയിരിക്കും. അവർ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ 2 പേരും മതി അല്ലെങ്കിൽ ഒരാൾ മതി എന്നൊക്കെയുള്ള രീതിയിലുള്ളതായിരിക്കാം. ഹെൻസ് ദ പാരൻസ് ആർ ഏബിൾ ടു ടേക്ക് ബെറ്റർ കെയർ ഓഫ് ദ ചിൽഡ്രൻ. സോ ചെറിയ ഫാമിലി ആയിരിക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും അവരെ പ്രത്യേകം എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റും. ചിൽഡ്രൻ ഓഫ് സ്മോൾ ഫാമിലീസ് ആർ ഓഫൺ ഓവർ പ്രൊട്ടക്റ്റഡ് ബൈ പാരൻസ് ആൻഡ് ആസ് എ റിസൾട്ട് ദേ മേ ബിക്കം ഡിപ്പെൻഡൻറ്റ്. ചിൽഡ്രൻ ഫ്രം സ്മോൾ ഫാമിലി ഫൗണ്ട് ജനറലി സുപ്പീരിയർ ഇൻ ഫിസിക്കൽ, ഇമോഷൻ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചിൽഡ്രൻ ഫ്രം വെരി ലാർജ് ഫാമിലി. സോ ഈ സ്മോൾ ഫാമിലീസിൽ കുട്ടികളെന്ന് പറയുന്നത് അവർ ഓവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അവരെ എന്തെയും 2 പേരല്ലേ ഉള്ളൂ, അവരെ നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ കൊഞ്ചിച്ച് ഓവർ പ്രൊട്ടക്റ്റഡ് പാരൻ്റൽ ആറ്റിറ്റ്യൂഡെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഓവർ പ്രൊട്ടക്റ്റഡ് ആക്കി അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവരെന്താവും? എല്ലാത്തിനും അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ സഹോദരത്തിനോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവർ ജീവിക്കുന്നത്. ചിൽഡ്രൻ ഫ്രം സ്മോൾ ഫാമിലി ഫൗണ്ട് ജനറലി സുപ്പീരിയർ. സോ ഇങ്ങനെ ഒരു സ്മോൾ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ നല്ല സോഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഫിസിക്കലായിട്ടുള്ള മാൽ നറിഷ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അവർ ബെറ്റർ എന്ത് ചെയ്യും? കുറച്ചുകൂടെ കെയർ ചെയ്യാൻ ശ്രമിക്കും. A large family is one with 5 or more children. Children from a large family are better able to adjust and develop emotional independence from earlier. So
ലാർജ് ഫാമിലിയിലുള്ള കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും 5-6 അതിൽ കൂടുതലുള്ള കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമായിരിക്കും. ഇവർക്ക് മറ്റേ സ്മോൾ ഫാമിലിയിലുള്ള കുട്ടികളെക്കാളും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. പക്ഷെ അവരെല്ലാം അവിടെ എന്താണ് ഷെയർ ചെയ്ത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുത്തും ഷെയർ ചെയ്തും ഒക്കെ ആയിരിക്കും അവിടെ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മറ്റ് സ്മോൾ ഫാമിലിയിലുള്ള കുട്ടികൾക്ക് എല്ലാം എന്താണ് അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇവർ കുറച്ചുകൂടെ എന്തായിരിക്കും ലാർജ് ഫാമിലി ആകുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. Because of the large number of intimate relationship available, a large family provides emotional security to members. So, ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. എനിക്ക് എല്ലാവരുമുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുള്ളപ്പം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പല ആൾക്കാരുണ്ട്. അത് പോസിറ്റീവ് നെഗറ്റീവ്സും ഒക്കെ നമുക്കിത് പറയാം. എന്നാലും എന്താണ് ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയാണ് ആ കുട്ടിക്ക് അവിടെ കിട്ടുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് എ നമ്പർ ഓഫ് തിങ്സ് ഫ്രം സിബ്ലിങ്സ് ആർ അവൈലബിൾ ഇൻ ലാർജ് ഫാമിലി. സോ ഇനി സിബ്ലിങ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു ഫാക്ടറാണ് സിബ്ലിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് sibling and the number of sibling that a child has affect the personality development of the child. So കൂടെ ഒരു സഹോദരനോ സഹോദരിയോ ഉള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒന്നിലധികമോ അല്ലെങ്കിൽ രണ്ടിലധികമോ ഒക്കെ ഉള്ളത് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾഡർ ബ്രദർ ഓഫൻ ഡിസിപ്ലിൻ ദ യങ്ങർ വൺ. ഹി മേ ഓൾസോ അഡോപ്റ്റ് എ യങ്ങർ ബ്രദർ ആൻഡ് വിത്ത് ഹിം പ്ലേ ദ പാർട്ട് ഓഫ് എ കൈൻഡ് ബിഗ് ബ്രദർ. സോ ഒരു മൂത്തൊരു ബിഗ് ബ്രദർ ഉണ്ടെന്ന് വിചാരിച്ചു. മൂത്തൊരാളുണ്ടെങ്കിൽ അയാൾ എപ്പോഴും എന്ത് ചെയ്യാൻ നോക്കും, കുഞ്ഞാളിനെ ചെറിയ ആളിനെ ഡിസിപ്ലിൻ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു വലിയൊരു കൈൻഡ് ബ്രദർ എന്നുള്ള രീതിയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങും. The last born is very young, will be treated in a protected way. He may have many parents than only two. Naturally, he will be bossed over by too many people. So, അപ്പോൾ രണ്ടാമത് ജനിക്കുന്ന അല്ലെങ്കിൽ അവസാനം ജനിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ എന്തായിരിക്കും, കുറച്ചുകൂടി പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യും അല്ലേ. അയാൾക്ക് പാരൻസ് അച്ഛനും അമ്മയും മാത്രമല്ല അയാൾ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുകയും കെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഇതൊക്കെ അനുസരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടെ സിബ്ലിങ്സും കൂടെ കാണും. മൂത്ത എൽഡർ ബ്രദറോ എൽഡർ സിസ്റ്ററോ അവരും കൂടെ എന്ത് ചെയ്യും, കുട്ടിയെ ഓണർ അല്ലെങ്കിൽ ബോസ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ആൾക്കാർ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. The presence of opposite sex siblings appear to be most stimulating and anxiety provoking than the same siblings. സോ ഓപ്പോസിറ്റ് സെക്സിലുള്ള സിബ്ലിങ്സ് ഉള്ളവർക്ക് കൂടുതൽ സ്റ്റിമുലേറ്റിങ് അതുപോലെ ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ കൂടുതൽ എന്തായിരിക്കും, ഒരു ആൻസൈറ്റി ഉണ്ടാകാൻ. ആൺകുട്ടിക്ക് ആൺകുട്ടിയോട് കളിക്കാനായിരിക്കും ഇഷ്ടം, പെൺകുട്ടിക്ക് പെൺകുട്ടിയോട് കളിക്കാനായിരിക്കും. അപ്പം സോ അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സെക്സ് വരുമ്പോഴത്തേക്ക് അവിടെ സ്റ്റിമുലേറ്റിങ് അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാകുന്ന ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. ദ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഡിറ്റർമിങ് ഹൗ ദ mother treats them. When they are closely spaced, she treats them rationally and democratically. So age difference, കുട്ടികൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ. എങ്ങനെ ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, റാഷണലി രണ്ടുപേരെയും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അപ്രോച്ചിലൂടെ ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും. Parents tend to expect the older child to set a good example to the younger one. So എപ്പോഴും പാരൻസ് എന്താണ് ഒരു എക്സാമ്പിൾ വയ്ക്കുമല്ലേ, ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കും. മൂത്ത കുട്ടി പെർഫെക്റ്റ് ആയിരിക്കും. സോ അപ്പോൾ അവനെ കണ്ട് വേണം ഇളയ കുട്ടി പഠിക്കും. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, മൂത്ത കുട്ടി എന്തെങ്കിലും ചെയ്താൽ പറയും നിന്നെ കണ്ട് വേണം ഇളയത് പഠിക്കാൻ. സോ അപ്പോൾ പാരൻസ് എപ്പോഴും ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിരിക്കും ഒരു മൂത്ത കുട്ടിയിൽ മേൽ. ദ യങ്ങർ ചൈൽഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഇമിറ്റേറ്റ് ദ ഓൾഡർ ആൻഡ് ടു ഒബേ ഹിം. സോ യങ്ങർ ചൈൽഡിന് എന്താണ്, ചേട്ടനെ കണ്ട് പഠിക്കുക, അത് ഇമിറ്റേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുക, അങ്ങനെ ഒരു റോളായിരിക്കും വരുന്നത്. ദിസ് പാരൻ്റൽ എക്സ്പെക്റ്റേഷൻ മേ ലീഡ് ടു പോർ സിബ്ലിംഗ് റിലേഷൻ. സോ ഇങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷൻ കാരണം പലപ്പോഴും
ചെറിയ കുട്ടി മൂത്ത ആളും ഇളയാളും അല്ലെങ്കിൽ ആ സിബ്ലിംഗ് റിലേഷൻഷിപ്പിലൊരു പ്രോബ്ലം വരാം, അല്ലെങ്കിൽ ഒരു ക്ലാഷ് സംഭവിക്കാം. അവർ തമ്മിലുള്ളൊരു അകൽച്ച ഉണ്ടാവാം. ചേട്ടൻ പറയുന്നത് എല്ലാം ഇവിടെ അനുസരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു കുറേ ഒരു റിലേഷൻഷിപ്പിലൊരു വിള്ളൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഓൺലി ചിൽഡ്രൻ. സോ ഒരാൾ ഒറ്റക്കുട്ടി എന്ന് പറയും. ഇതൊരു ഒറ്റക്കുട്ടി എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ്ലി ഹാൻഡിക്യാപ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഹി ഡസ് നോട്ട് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ഗ്രോയിങ് അപ്പ് വിത്ത് സിബ്ലിംഗ്. ഹിസ് കോണ്ടാക്ട് ഈസ് ഓൺലി വിത്ത് ദ പാരൻസ് ആൻഡ് സോ ദ മോഡൽ ഫോർ ഹിസ് ബിഹേവിയർ ഇസ് ഹിസ് പാരൻറ്. സോ ഇവിടെ കുട്ടിക്ക് എന്താണ് ഇവിടെ അവൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് അല്ലേ. കൂടെയുള്ള ഒരു സിബിലിങ്സിനും അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായിട്ടോ വളരാനുള്ള അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവന് നഷ്ടപ്പെടുകയാണ്. അവിടെ അവന് ആരെ മാത്രം ആരെ നോക്കിയായിരിക്കും ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത്? പാരൻസിനെ നോക്കി, അവർ പാരൻസിൻ്റെ ക്യാരക്ടർ നോക്കി അല്ലെങ്കിൽ പാരൻസിൻ്റെ ബിഹേവിയർ നോക്കിയായിരിക്കും അവർ അവിടെ എല്ലാ ഇമിറ്റേഷനും നടക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് ദ ഓൺലി ചൈൽഡ്, ദ പാരൻസ് മേ പേ ടു മച്ച് അറ്റൻഷൻ ഓൺ ഹിം ആൻഡ് സ്പോയിൽ ഹിം. സോ അങ്ങനെ ഒറ്റ കുട്ടിയെ ഉള്ളത് കൊണ്ട് തന്നെ അവന് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുമല്ലേ. ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ച് എല്ലാ കെയറും അവന് കൊടുക്കും. അങ്ങനെ കൊടുത്ത് അവനെ എന്താകും? സ്പോയിൽ ചെയ്യും, നശിപ്പിക്കും. അവന് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കൊടുത്ത് അവനൊരുപാട് കെയർ ചെയ്ത് അവനെ സ്പോയിൽ ചെയ്യും. ദേ ആർ റിപ്പോർട്ടഡ് ടു ബി മോർ ഗ്രിഗേറിയസ്. സോ ഇങ്ങനെ ഒറ്റ കുട്ടികളായിട്ടുള്ള കുട്ടികൾ കുറച്ചുകൂടെ ഗ്രിഗേറിയസ് ആണ്. അതായത് കൂട്ടമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നവരാണ്, ജനറസ് ആണ്, റെസ്പോൺസിബിൾ ആണ്, പക്ഷേ ഡിപ്പെൻഡബിൾ ആണ്. ആൻഡ് കോർട്ടിയസ്, ഒബീഡിയൻ്റ് ആയിരിക്കും, മാനേജബിൾ ദാൻ നോൺ ഓൺലി ചിൽഡ്രൻ. സോ ഇത്രയുമായിരിക്കും ഓൺലി ചിൽഡ്രൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓർഡിനൽ പൊസിഷൻ. ഓരോ കുട്ടിയുടെ പൊസിഷൻസ് അനുസരിച്ചാണ് ഓരോ കുട്ടികൾക്ക് നമുക്ക് ആദ്യം മൂത്ത കുട്ടിക്ക് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അയാളുടെ നടുക്കത്തെ ആൾക്ക് എപ്പോഴും ഒന്നും കിട്ടാറില്ല, പിന്നെ ഇളയ ആൾക്ക് എല്ലാം ഓവറായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഓർഡിനൽ പൊസിഷൻ വെച്ചിട്ടുണ്ട്. ആ ഓർഡിനൽ പൊസിഷൻ അനുസരിച്ച് അവിടെ എന്താകും? പേഴ്സണാലിറ്റി മാറും എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത്, first born suffer from the inexperience of the parents. For the parents, child rearing is a new lesson to learn. With the experience of the first born, parents have no experience in child rearing, and the firstborn become the guinea pig for the parents because of the inexperience. Parents feel happy when the baby does not give any trouble, but when the child give them trouble, they become annoyed. ഇപ്പോൾ ഫസ്റ്റ് ബോൺ ചൈൽഡ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല. ആദ്യമായിട്ടൊരു കുട്ടിയെ വളർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചൈൽഡ് റിയറിങ് പ്രാക്ടീസസ് അപ്ലൈ ചെയ്യുന്നൊരു സമയം. അതുകൊണ്ട് തന്നെ അവർക്കതൊരു പുതിയ പാഠമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്ന ഒരു ഗിനി പിഗ്, അതായത് പരീക്ഷണം നടത്തുന്ന ഒരു വസ്തു എന്നുള്ള രീതിയിലായിരിക്കും. എന്നുവെച്ചാൽ അവർക്കറിയില്ല, അവർ ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ വളർത്തുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ വരാം, അല്ലെങ്കിൽ ചിലത് നല്ലതൊക്കെ വരാം. അപ്പം അവർ എന്താണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ചില പാരൻസിന് എന്ത് തോന്നും? കുട്ടി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി തോന്നും. പക്ഷേ അതേസമയം ചില ട്രബിൾസം ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ പേഴ്സണാലിറ്റി ഓഫ് സെക്കൻഡ് ബോൺ എന്ന് പറയുന്നത്, പാരൻസ് ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ചൈൽഡ് കെയർ വിത്ത് ദ ഫസ്റ്റ് ബോൺ ആൻഡ് സോ ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ വിത്ത് ദ സെക്കൻഡ് ബോൺ വിൽ ബി മോർ സ്റ്റേബിൾ. സോ സെക്കൻഡ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്ക് എക്സ്പീരിയൻസ്, ഒരാളെ വളർത്തി എക്സ്പീരിയൻസ് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ബോണിനോടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ ഇച്ചിരി കുറച്ചുകൂടെ മാറും, കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. ദ പാരൻസ് ഡു നോട്ട് യൂഷ്വലി പാമ്പർ ദം ആസ് മച്ച് ആസ് ദേ ഡു ദ ഫസ്റ്റ് ബോൺ. ആദ്യത്തെ കുഞ്ഞിനോട് കാണിച്ച അത്രയും ലാളനെ അല്ലെങ്കിൽ ഇതൊന്നും രണ്ടാമത്തെ കുഞ്ഞിനോട് കാണിക്കാറില്ല. ചിലപ്പം കാണിക്കാം. അങ്ങനെ ഒരു ഇതിലാണ് പറയുന്നത്, സൈക്കോളജിക്കലി പറയുന്നതാണ്. ഏറ്റവും കൂടുതൽ പാമ്പറിങ് കൊടുക്കുന്നത് എപ്പോഴും മൂത്ത കുട്ടിക്കായിരിക്കും. ഹെൻസ് ദേ ടെൻഡ് ടു ബി മോർ ഇൻഡിപെൻഡൻറ്റ് ദാൻ ദ ഫസ്റ്റ് ബോൺ. ദേ ആർ ജനറലി ഫൺ ലവിങ്, ബെറ്റർ അഡ്ജസ്റ്റഡ്, ലെസ് ഈഗോയിസ്റ്റിക് ആൻഡ് ലെസ് ഇൻട്രോവേർട്ടഡ്. സോ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ എന്തായിരിക്കും, കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയി, മറ്റേ ഫസ്റ്റ് ആളിനേക്കാളും കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവർ കുറച്ചുകൂടെ ഫൺ ലവിങ്, നല്ല തമാശ അല്ലെങ്കിൽ ഫൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ബെറ്റർ അഡ്ജസ്റ്റഡ് ആയിരിക്കും, ഈഗോ കുറവുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ ഇൻട്രോവേർട്ടഡ് ആയിരിക്കത്തില്ല, കുറച്ച് ലെസ് ഇൻട്രോവേർട്ടഡ്, കുറച്ചുകൂടെ എന്താണ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. Because its second born has a rival in the first born, he seemed to strive under great tension, more overt, competitive and aggressive behavior. The personality of middle born, they are generally gregarious. They are also said to crave for physical demonstration of affection.
ഇവരും കുറച്ചുകൂടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കഴിവുള്ളവരായിരിക്കും. അവർക്ക് ഫിസിക്കൽ അഫെക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെമോൺസ്ട്രേഷനിലൂടെ കിട്ടുന്ന അഫെക്ഷനാണ് അവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. ഹി ടെൻ ടു ഡെവലപ്പ് ഇൻ ടു സബ്മിസീവ് ചൈൽഡ്, അതായത് എല്ലാം ഓർഡറിനനുസരിച്ച് ചെയ്യുന്ന ഇതായിരിക്കും. എന്നുവെച്ചാൽ എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ളതായിരിക്കും. ഇനി പേഴ്സണാലിറ്റി ഓഫ് ദ യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ബീയിങ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫാമിലി ഹി റിസീവ് ലവ് ഫ്രം എവരി വൺ. അവസാനത്തെ കുട്ടി എന്ന് പറഞ്ഞുള്ളൊരു ലാണന എന്ത് ചെയ്യും, എല്ലാവരിൽ നിന്നും ഒരു സ്നേഹം കിട്ടും. ഓൾസോ ഹി എക്സ്പെക്ട്സ് ലവ് ഫ്രം എവരി വൺ ഔട്ട്സൈഡ് ദ ഫാമിലി. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ഇളയതാണ് എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പോലെ അവൻ പുറത്തു നിന്നും അതേ സ്നേഹം എല്ലാവരിൽ നിന്ന് കിട്ടണമെന്ന് അവൻ എക്സ്പെക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ സ്പോയിൽഡ് ആവും, ഇറസ്പോൺസിബിൾ ആവും, അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവനെ ട്രീറ്റ് ചെയ്യാറില്ല. സോ ഇതൊക്കെയാണ്. അപ്പം എന്താണ് പൊസിഷൻ ഓഫ് ഓർഡിനൽ പൊസിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ഇനി മറ്റു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സെക്സ്, കുട്ടിയുടെ സെക്സ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ. സോ ആണിനും പെണ്ണിനും നമ്മൾ പ്രത്യേക തരം ഓരോ കാര്യങ്ങൾ ഫാമിലീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അല്ലെ, ആൺകുട്ടിയാണെങ്കിൽ കുറച്ച് കെയർ, അല്ലെങ്കിൽ പെൺകുട്ടി ഇനി കുറച്ചുകൂടെ വളരുമ്പോൾ കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പലതരം സ്റ്റിഗ്മാസ് എന്തുണ്ട് ആണിനും പെണ്ണിനും സെക്സ് അടിസ്ഥാനത്തിൽ കുട്ടികൾ കൊച്ചിലെ തൊട്ട് കേട്ട് വളരും. അതുപോലെ സോഷ്യലൈസേഷൻ, സോ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിന് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പാരൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. സോ നമുക്കിത് കുറച്ചുകൂടി സബ്ജക്റ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഇത് ജസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാമിലി ഈസ് യുവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസ്, ബി ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ഈ ഫാമിലി തന്നെ നമുക്ക് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലേ? സോ എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്? പാരൻസ് ആർ എ ചൈൽഡ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം. സോ ഒരു കുട്ടിയുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് അവരുടെ പാരൻസ് തന്നെയാണ്. പാരൻസ് മോഡൽ ദ ബിഹേവിയർ ദാറ്റ് ടീച്ചേഴ്സ് ദ ചൈൽഡ് ഹൗ ടു ബിഹേവ് ഇൻ ദ വേൾഡ്. സോ പാരൻസ് ആണ് അവർക്ക് മോഡൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മോഡൽ ബിഹേവിയർ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലേ? എങ്ങനെ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ പുറമേ ഉള്ളവരുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണ് ഫാമിലിയിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. ചിൽഡ്രൻ ക്യാൻ ഫോളോ ഫാമിലിയൽ ഇൻഫ്ലുവൻസ് ഓർ റിയാക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. സോ മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ഒക്കെ ഇത് കൂടുതലും സബ്ജക്റ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടൻറ്റുകൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ഈ ഏരിയയിൽ നിന്ന് ചാൻസ് ഉള്ളൂ. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇൻഫ്ലുവൻസ് മെയ്ഡ് ബൈ ഫാമിലി ഇൻ ചൈൽഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്? എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? സൈസ് ഓഫ് ദ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, പാരൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, സിബ്ലിംഗ് റിലേഷൻഷിപ്സ് ഉണ്ട്. സോ അപ്പോൾ ഓളാണ് ആൻസർ. The sum total of the characteristics that a person possesses and displays is a person's. So personality and answer. Choose the correct statement regarding the influence of family in child personality and behavior. So personality development get affected by the size of the family. So the correct ആണ്. The presence or absence of sibling and the number of siblings that a child has affect the personality development of the child. So അതും correct ആണ്. The ordinal position of a child is said to affect the personality development. So all ആണ് ആൻസർ വരുന്നത്.